ഒരു കഥ சொல்லட்டுமா? വെൽക്കം ടു പാർട്ട് 1 ഓഫ് മൈ പോണ്ടിച്ചേരി സീരീസ്. ഒരാഴ്ച മുന്നേ ഞാൻ പോണ്ടിച്ചേരി പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് നിന്ന് ഒരു 4:30 എന്നുള്ള ട്രെയിനിലാണ് പോയത്. പിറ്റേ ദിവസം രാവിലെ 6:30 തന്നെ ചെന്നൈയിലെത്തി. ട്രെയിനിലിരുന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ മെട്രോ പിടിച്ചിട്ട് കോയമ്പേടു മെട്രോ സ്റ്റേഷൻ്റെ അവിടെ പോയി. കോയമ്പേടുന്ന് 9 o'clock വി ഹാഡ് എ ബസ് ടു പോണ്ടിച്ചേരി. അപ്പോൾ നമ്മൾ അവിടുത്തെ അടയാർ ആനന്ദ് ഭവനിൽ നല്ല ഗീ റോസ്റ്റൊക്കെ കഴിച്ചു. പിന്നെ അവിടെ ഇരിക്കുന്ന സ്വീറ്റ്സ് കണ്ട് കൊതി സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ഏതൊക്കെയോ മേടിച്ച് കഴിക്കുകയും ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ബസ്സിനുള്ള ടൈമായി. അപ്പോൾ ഞങ്ങൾ ബസ് ബോർഡ് ചെയ്യാനായി ബോർഡിംഗ് പോയിൻറ്റിലോട്ട് പോയി. ബസ്സിൽ നിന്ന് എന്തൊക്കെയോ സ്നാക്സൊക്കെ കിട്ടി. എന്നിട്ട് കറക്റ്റ് 1 മണിയായപ്പോൾ ഞങ്ങൾ പോണ്ടിച്ചേരി എത്തി. അവിടെ വൈറ്റ് ടൗണിൻ്റെ അടുത്തുള്ള അന്നായി റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലായിരുന്നു ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിപ്മർ പോണ്ടിച്ചേരിയിൽ വെച്ചിട്ടൊരു ഇൻ്റർനാഷണൽ മെഡിക്കൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് അറ്റൻഡ് ചെയ്യാനും എനിക്ക് പിന്നെ ഒരു റിസർച്ച് പേപ്പർ പ്രസൻറ്റേഷനും വേണ്ടിയിട്ടായിരുന്നു വന്നത്. രാത്രിയായപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ അടുത്തുള്ള കുർത്തോഷ് എന്ന് പറഞ്ഞ കഫേയിൽ വന്നു. അപ്പോഴാണ് മനസ്സിലായി കുർത്തോഷ് എന്ന് പറയുന്നൊരു ഡിഷാണ്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ഞങ്ങൾ കുർത്തോഷ് ഓർഡർ ചെയ്തു. പിന്നെ രാത്രി മൊത്തം പിറ്റേന്നത്തെ റിസർച്ച് പ്രസൻറ്റേഷന് വേണ്ടി പ്രിപ്പറേഷൻസ് ആയിരുന്നു. ദ നെക്സ്റ്റ് ഡേ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ, ദ റിസർച്ച് പ്രസൻറ്റേഷൻ ഡേ. ഞങ്ങൾ റെഡിയായി. ഞാനൊരു സ്കൂട്ടർ റെൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ റോഡിൽ സ്കൂട്ടർ ഓടിക്കുന്നത്. ആൻഡ് ദാറ്റ് ടു വിത്ത് 1 person ബിഹൈൻഡ് മീ. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് 15 മിനിറ്റ് ദൂരെയുള്ള സ്ഥലത്തേക്ക് 1 മണിക്കൂർ മുന്നേ ഇറങ്ങി മെല്ലെ മെല്ലെ ഓട്ടിച്ച് ജിപ്മറിൻ്റെ അവിടെ എത്തി. ഡെലിഗേറ്റ് കാർഡൊക്കെ വാങ്ങി നേരെ പ്രസൻറ്റേഷൻ്റെ വെന്യൂവിൻ്റെ അവിടേക്ക് പോയി. ഇറ്റ് വാസ് അറ്റ് ബേർനാഡ്സ് തിയേറ്റർ. എൻ്റെ റിസർച്ച് വാസ് ഡൺ ബൈ എ ഗ്രൂപ്പ് ഓഫ് 20 people. ഞങ്ങളൊരു 20 പേര് ആസ് എ പ്രൊജക്റ്റ് ചെയ്തതായിരുന്നു. ആൻഡ് നമുക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ഗൈസ്. ഇറ്റ് വാസ് സോ അമേസിങ് ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. അപ്പോൾ ശരി ഗൈസ്, ബൈ. സീ യു നെക്സ്റ്റ് പാർട്ട്.